ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാവിലെ ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയും ഉച്ചക്കത്തേക്കുള്ള ഊണിനുള്ള ഒരുക്കങ്ങളാണ്. കറികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമുക്കൊരു മട്ടൻ കറി വെച്ചാലോ? അതിനായി നമ്മൾ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്ത മട്ടൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട മസാലകളൊക്കെ നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കാം. ഇന്ന് നമ്മൾ വെക്കുന്നത് തേങ്ങാച്ചോറാണ്. അതിനായി നമ്മൾ തേങ്ങയും പെരിഞ്ചീരകവും നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്ത മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി കുറച്ച് വെള്ളം കൂടി നമ്മളെടുത്തു. കുറച്ച് ചുവന്നുള്ളി നമ്മൾ അരിഞ്ഞെടുത്തു. കുറച്ച് കറിവേപ്പില ചേർത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. 1/2 സ്പൂണ് മല്ലിപ്പൊടി കൂടി നമ്മൾ ചേർത്തു. ലേശം ഗരം മസാല കൂടി നമ്മൾ ചേർത്തു. 1 സ്പൂണ് കുരുമുളകും നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മളിന്ന് കുത്തരി വെച്ചാണ് ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് കഴുകിയെടുത്ത അരി നമ്മൾ അരച്ചെടുത്ത അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീതെ 1 ഇഞ്ച് പൊക്കത്തിൽ വെള്ളം നിൽക്കണം. വിറകടുപ്പിലാണ് നമ്മൾ ഇന്ന് ഈ ചോറ് വെക്കുന്നത്. മൺകലത്തിലാണ് നമ്മൾ അരി ഇട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ സവോള നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ചെറിയ പീസായി നമ്മൾ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്നുണ്ട്. പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായി വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മളെ മസാല പൊടികളെല്ലാം ചേർത്ത് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനും ചേർത്താണ് നമ്മൾ കറി വെക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് പരിപ്പ് കറി കൂടെ വെക്കുന്നുണ്ട്. പരിപ്പ് നമ്മളെ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ തേങ്ങയും ചുവന്നുള്ളി പെരിഞ്ചീരകം ഇവ നന്നായിട്ട് അരച്ച് ചേർത്തു. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് തിളച്ച് വരണം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് അതിൽ ചുവന്നുള്ളി കറിവേപ്പില ഇവ താളിച്ചൊഴിക്കണം. അങ്ങനെ നമ്മുടെ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ഈ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം. അത്യാവശ്യം നമുക്ക് പപ്പടം പൊരിക്കാൻ ആവശ്യമായ എണ്ണ മാത്രമേ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. കൂടുതൽ എണ്ണ ഒഴിച്ചാൽ വീണ്ടും നമ്മളത് ചൂടാക്കി ഉപയോഗിക്കേണ്ടതായി വരും. അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള എണ്ണ മാത്രം ചേർത്താണ് നമ്മൾ ഈ പപ്പടം പൊരിച്ചെടുക്കുന്നത്. ഈ സമയം നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് വെച്ച വെള്ളമൊക്കെ നല്ല പരുവത്തിനായിരുന്നു. നന്നായിട്ട് വന്നിട്ടുണ്ട്. കലത്തിൻ്റെ അടിയിൽ ചോറൊന്നും പിടിച്ചിട്ടില്ല. എന്നാൽ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. വിറകടുപ്പിൽ വെച്ച നമ്മുടെ ചോറ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഊണ് കഴിക്കാനുള്ള സമയമായി. നമുക്ക് ഊണ് കഴിച്ചാലോ? നല്ല ടേസ്റ്റിയായ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനായ നല്ല കുറുകിയ പരിപ്പ് കറി നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യലായ മട്ടൻ കറി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് പാകമായി വന്നപ്പം ലേശം തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി തിളപ്പിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് മേമ്പടിക്ക് ലേശം നാരങ്ങ അച്ചാർ എടുത്തിട്ടുണ്ട്. കൂടെ പപ്പടവും. ഇനിയും പുതിയ വിശേഷങ്ങളും റെസിപ്പികളും ഒക്കെ ആയി അടുത്ത ഒരു വീഡിയോയിൽ കാണാം എന്ന പ്രതീക്ഷയോടെ